ഭാരതത്തിൽ ഏതാണ്ട് 300-ൽ പരം നദികളുണ്ട്. അതിലൊന്നിന്റെയും പേര് അറബിയിലോ ഉറുദുവിലോ അല്ല. ഗംഗ, യമുന, സരസ്വതി, കൃഷ്ണ, ബ്രഹ്മപുത്ര, സപ്തസിന്ധു, കാവേരി, പെരിയാർ ഇങ്ങനെ പോകുന്നു. ഇതിൽ നിന്നും എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഈ 300 നദിയും കാവേരി, ഗംഗ അടക്കമുള്ള 300 നദിയും അവസാനം ഒഴുകി എത്തുന്നത് ഞങ്ങൾ അറബിക്കടലില്ല. പലതരത്തിലുള്ള വർഗീയവാദികളെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ത്യയിൽ ഒഴുകുന്ന നദിയുടെ പേരിൽ പോലും വർഗീയത കണ്ടെത്തുന്ന ഒരാൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ആൾ ആരാണെന്നല്ലേ, ഫേസ്ബുക്കിൽ റെനൈ ടോക്സ് എന്ന് സെർച്ച് ചെയ്താണെങ്കിൽ ആള് കിട്ടും. UK സെറ്റിൽഡ് ആയ ഏതൊരു അമ്മച്ചിയാണ്. ഇവരുടെ വീഡിയോസ് എല്ലാം എടുത്തു നോക്കുമ്പോൾ ആളൊരു കടുത്ത മോദി ഭക്തയും BJP സപ്പോർട്ടറുമാണെന്ന് ഉറപ്പിക്കാം. വെറുതെ വർഗീയതയുമായി ഇറങ്ങിയിരിക്കുന്നത്. അമ്മച്ചിക്ക് ഇന്ത്യയിൽ ഒഴുകുന്ന നദിയുടെ പേരുകളാണ് പ്രശ്നം. നദികൾക്കെല്ലാം ഹിന്ദു പേരാണ് പോലും. ഒരൊറ്റ നദി പോലും മുസ്ലിം പേരിലില്ല. ഞാൻ ഇവരിത് പറയുന്ന വീഡിയോ ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം. ഭാരതത്തിൽ ഏതാണ്ട് 300-ൽ പരം നദികളുണ്ട്. അതിലൊന്നിന്റെയും പേര് അറബിയിലോ ഉറുദുവിലോ അല്ല. ഗംഗ, യമുന, സരസ്വതി, കൃഷ്ണ, ബ്രഹ്മപുത്ര, സപ്തസിന്ധു, കാവേരി, പെരിയാർ ഇങ്ങനെ പോകുന്നു. ഇതിൽ നിന്നും എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഇതിൽ നിന്നും എന്താണ് മനസ്സിലാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ അമ്മച്ചിക്ക് കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അമ്മച്ചിയുടെ മനസ്സ് മുഴുവനും വർഗീയതയാണെന്ന് മനസ്സിലായി. അതിൽ കൂടുതലൊന്നും തൽക്കാലം മനസ്സിലാക്കാനില്ല. അമ്മച്ചി ഉദ്ദേശിച്ചത് എന്താണെന്നുള്ള എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലെ. അതായത് നിങ്ങൾ മുസ്ലിങ്ങളുടെ പേരിൽ ഒരൊറ്റ നദിയുമില്ല. കാരണം നിങ്ങൾ മുസ്ലിങ്ങളെല്ലാവരും ഇവിടെ വലിഞ്ഞു കയറി വന്നതാണ് എന്ന് തന്നെയാണ് അമ്മച്ചി ഉദ്ദേശിച്ചത്. ഇത് ഹിന്ദു രാജ്യമാണ്, അതുകൊണ്ടാണ് നദികൾക്കെല്ലാം ഹിന്ദു പേരുള്ളത് എന്ന് തന്നെയാണ് അമ്മച്ചിയോട് പറഞ്ഞു വെക്കുന്നത്. എന്തെല്ലാം കണ്ടുപിടുത്തങ്ങളാണ് അല്ലെ. അല്ലെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ കാവേരി, ഗംഗപുത്ര, ഗംഗ, യമുന എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു പഞ്ചുണ്ട്. അതിന് പകരം പാത്തുമ്മ, കുഞ്ഞാത്തുമ്മ, സുലൈമാൻ എന്നൊക്കെ പേരിട്ട് കഴിഞ്ഞാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ടായിരിക്കും പണ്ട് നദികൾക്ക് പേരിട്ടപ്പോ എല്ലാം ഹിന്ദു പേരാക്കിയത്. അല്ലാതെ ഇപ്പൊ ഈ അമ്മച്ചിയോട് എന്ത് പറയാനാണ്? എന്തായാലും സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് എല്ലാം ചെയ്യുന്ന അൻസാരി ഉസ്താദ് ഈ അമ്മച്ചിക്ക് ഒരു മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും അതൊന്ന് കണ്ടോക്കാം. ഭാരതത്തിൽ ഏതാണ്ട് 300-ൽ പരം നദികളുണ്ട്. അതിലൊന്നിന്റെയും പേര് അറബിയിലോ ഉറുദുവിലോ അല്ല. ഗംഗ, യമുന, സരസ്വതി, കൃഷ്ണ, ബ്രഹ്മപുത്ര, സപ്തസിന്ധു, കാവേരി, പെരിയാർ ഇങ്ങനെ പോകുന്നു. ഇതിൽ നിന്നും എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഓക്കെ, ഇപ്പൊ മനസ്സിലായൊരു കാര്യം, ഈ 300 നദിയും കാവേരി, ഗംഗ അടക്കമുള്ള 300 നദിയും അവസാനം ഒഴുകി എത്തുന്നത് ഞങ്ങൾ അറബിക്കടലില്ല. അറബിക്കടൽ ഞങ്ങൾ ഇങ്ങനെ എടുക്കുക അല്ല. പിന്നെ ആർക്കും ദ്രോഹമില്ലാതെ ചപ്പും ചവറും അതും ഇതും ഒക്കെ ഒഴുകി പോകുന്ന നദിയിൽ വരെ വർഗീയത. ഈ 300 നദിക്കും കാവേരി, ഗംഗയൊക്കെ പേരുള്ളത് കൊണ്ട് അതൊക്കെ നമ്മുടെ നദിയാണ്. അങ്ങനെയാണെങ്കിൽ അറബിക്കടലിൽ ഞങ്ങൾ തൂക്കി. അറബിക്കടൽ ഞങ്ങൾ ഞെടുക്കുക. ഞങ്ങൾ അറബിക്കടലിലോട്ട് ഒരുത്തരും വരണ്ട. അറബിക്കടൽ ഞങ്ങൾ തൂക്കി. സുമേഷേ കറക്കൂടെ. സുമേഷേ കറക്ക്, നന്നായിട്ട് കറക്ക്. നല്ല സ്പീഡിൽ പോളൂ. ഫസ്റ്റ് സെക്കൻഡ് കറക്കടാ. ഇങ്ങേരത് ചിരിപ്പിച്ചു കൊല്ലും. എജ്ജാതി കോമഡി സ്റ്റാർ. ഇതിലെ മറുപടിയാണ് അമ്മച്ചിക്ക് കിട്ടിയത്. അമ്മച്ചിയുടെ ലോജിക്ക് അനുസരിച്ച് അതേ നാണത്തിലുള്ള മറുപടി തന്നെയാണ് ഉസ്താദ് കൊടുത്തത്. 300 നദികൾക്കും ഹിന്ദു പേരാണെങ്കിൽ ആ നദികൾക്കെല്ലാം ഒരൊറ്റ അധിപനേ ഉള്ളൂ, അത് ഞമ്മന്റെ അറബിക്കടലാണ്. പിന്നെ വലിയ ഡയലോഗ് അടിച്ചപ്പോ ഇങ്ങനെ ഒരു മറുപടി അമ്മച്ചി പ്രതീക്ഷിച്ച് കാണില്ല. എന്തായാലും അമ്മച്ചിക്ക് അണ്ണാക്കിൽ തന്നെ കിട്ടി. പക്ഷെ ചിലർ അത്ര കിട്ടിയാലും പഠിക്കില്ല, അതങ്ങനെയാണ്. അമ്മച്ചിയും ആ കൂട്ടത്തിൽ പെട്ടതാണ്. അൻസാരി ഉസ്താദിനുള്ള മറുപടി ആയിട്ട് അമ്മച്ചി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും അന്ന് കണ്ടോക്കാം. വിവരമില്ലായ്മ അലങ്കാരമായിട്ട് കൊണ്ട് നടക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. അതായത് അമ്മച്ചിക്ക് വേണ്ടി തന്നെ ചെയ്യുന്ന വീഡിയോ. അങ്ങനെയല്ല അമ്മച്ചിയെ പോലെ വിവരമില്ലായ്മ അലങ്കാരമായി കൊണ്ട് നടക്കുന്ന വേറെ ആരുണ്ട് ഇവിടെ? അപ്പൊ ഈ വീഡിയോ അമ്മച്ചിക്ക് വേണ്ടി തന്നെ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്നാ പിന്നെ ഈ പെണ്ണുമ്പിളൊക്കെ അങ്ങോട്ട് കണ്ണാടിയിൽ നോക്കിയിട്ട് പറഞ്ഞാൽ പോരെ? വെറുതെ എന്തിനാണ് വായക്കൂടെ വരുന്ന വിസർജ്യം സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറഞ്ഞു നാറ്റിക്കുന്നത്? എന്തായാലും അമ്മച്ചി ബാക്കിയോട് പറഞ്ഞാട്ടെ. ഒരാൾ ഒരു വീഡിയോ ഇടുമ്പോൾ അത് തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറയുക. എന്തുകൊണ്ടാണ് അത് തെറ്റ്, അതിന്റെ ശരിയായിട്ടുള്ള വേർഷൻ ഇടാൻ ശ്രമിക്കുക. ശരിയാണെങ്കിൽ ജസ്റ്റ് ഗിവ് എ തംബ്. അല്ലാതെ ലോകത്തിലുള്ള ചീത്ത മുഴുവൻ അവിടെ വന്ന് എഴുതിയത് കൊണ്ട് നിങ്ങളുടെ പേരാണ് ചീത്തയാക്കുന്നത്. അതായത് മറ്റേ നദീന്റെ വീഡിയോ ചെയ്തതിനു ശേഷം അമ്മച്ചിക്ക് നല്ല തെരുവിളി കിട്ടിയിട്ടുണ്ട്. അതിന്റെ കരച്ചിലാണ് നിങ്ങളിപ്പോ കേട്ടത്. അമ്മച്ചി നല്ലത് പറയേണ്ടടുത്ത് നല്ലത് പറയാനും ചീത്ത കണ്ടാണെങ്കിൽ നല്ല തെറി പറയാനുമുള്ള ബോധം ഇവിടെ ഒരുവിധ എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട്. അമ്മച്ചി ഓരോന്ന് അപരാധിച്ച് വെച്ചിട്ട് എല്ലാരും കൂടി അമ്മച്ചിയെ പൊന്നാട് അണിയിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ നടക്കുന്ന കേസല്ല. തെറി പറയേണ്ടടുത്ത് തെറി തന്നെ പറയും. അതൊക്കെ കേൾക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം ഇനി ഇതുപോലുള്ള അപരാധങ്ങളൊക്കെ കൊണ്ട് പ്രത്യക്ഷപ്പെട്ടാൽ മതി. എവരി ആക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നാണല്ലോ. അതായത് ചെയ്ത് വെച്ചതിനൊക്കെ തിരിച്ചു കിട്ടുന്ന അർത്ഥം. എന്തായാലും ബാക്കിയുടെ മൊഴിഞ്ഞാട്ടെ. ലോകത്തിലുള്ള മനുഷ്യരും യൂട്യൂബേഴ്സും എന്തുകൊണ്ടാണ് നിങ്ങളെ ചീത്ത വിളിക്കുന്നത് എനിക്ക് ഇപ്പൊ മനസ്സിലായി. കോയമാരെ ലോകത്തിലുള്ള മനുഷ്യന്മാരെല്ലാം മുസ്ലിങ്ങളെ ചീത്ത വിളിക്കുകയാണെന്ന് അമ്മച്ചിയോട് ആരാ പറഞ്ഞത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അമ്മച്ചി ഇത് പറഞ്ഞത്? എന്തെങ്കിലും തെളിവുണ്ടോ, കണക്കുണ്ടോ? സംഖ്യക്ക് കിട്ടുന്ന തെറിവൊന്നും ചേച്ചി കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. അല്ല, കുറച്ചു മുമ്പ് ചേച്ചി തന്നെയല്ലേ പറഞ്ഞത് ആരെങ്കിലും ചേച്ചിയെ തെറി വിളിച്ചു എന്ന്. അപ്പൊ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ചീത്ത കേൾക്കുന്നത്, ചേച്ചിയെ പോലെ വർഗീയ വിഷയം ചീറ്റുന്നവർക്കും തെറി കേൾക്കുന്നുണ്ട്. ഭൂമിയിൽ ബോധമുള്ള മനുഷ്യന്മാർ ഇപ്പോഴും ബാക്കിയുണ്ടെന്ന് അർത്ഥം. ബാക്കി പറഞ്ഞാലും
സ്വന്തം രാജ്യത്തിന്റെ ഗുണം പറയുമ്പോഴും അവർക്ക് വിഷമമാണ്, സ്വന്തം രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്ററിനെ കുറ്റം പറയുമ്പോഴും അവർക്ക് വിഷമമാണ്. എന്തിനാണ് വിഷമം? നിങ്ങൾക്ക് ഈ രാജ്യത്തോട് ഇത്ര ദേഷ്യം എന്താണ്? ആർക്ക് ദേഷ്യം തള്ളേ? ഇന്ത്യ എന്റെ രാജ്യമാണെന്ന് മനസ്സിൽ ഉറപ്പിച്ചാണ് ഓരോ ഇന്ത്യക്കാരനും വളരുന്നത്. അത് ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ ഒന്നുമില്ല. വെറുതെയാണ് നിങ്ങൾക്ക് തെറി വെക്കുന്നത്. ഇജാതി വർഗീയതയില്ല പഠിച്ചു വിടുന്നത്. UK ഇരുന്ന് ഇന്ത്യയെ ഉദ്ധരിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് സ്വന്തം രാജ്യത്തോട് ദേഷ്യമാണ് പോലും. നിങ്ങളോട് ഏതെങ്കിലും മുസ്ലിം വന്ന് പറഞ്ഞു ഇന്ത്യയോട് ദേഷ്യമാണെന്ന് വായ തോന്നി വിളിച്ചു പറയാൻ നിൽക്കരുത്. പറഞ്ഞേക്കാം, ബാക്കി പറഞ്ഞാലും. ചരിത്രം എന്നുള്ളത് നമ്മുടെ ഫാമിലിക്കാണെങ്കിലും ഉണ്ട്, രാജ്യത്തിനാണെങ്കിലും ഉണ്ട്. അത് നമുക്ക് മറച്ചു വെക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ചരിത്രം പറയുമ്പോൾ തുള്ളി കളിച്ചിട്ട് ഒരു കാര്യമില്ല. നദിയുടെ കാര്യം പറയുമ്പോൾ കടലിന്റെ കാര്യം എടുത്തുകൊണ്ട് വരിക. പറയൂ, നിങ്ങൾ നദിയുടെ കാര്യം പറഞ്ഞാൽ ഞങ്ങൾ കടലിന്റെ കാര്യം പറയും. നിങ്ങൾ എന്താക്കും? നദിയിലും കടലിലും വെള്ളം തന്നെയല്ലേ ഉള്ളത്. നദികളെല്ലാം കടലിൽ ചെന്ന് ചേരുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ നദിയുടെ കാര്യം പറയുമ്പോൾ കടലിന്റെ കാര്യം പറഞ്ഞാൽ എന്ത് ഇത്ര പ്രശ്നം? ബാക്കി പറഞ്ഞാലും. കടലിന്റെ കാര്യം എടുത്തുകൊണ്ട് വരിക. ഈവൻ കടലിന്റെ പേര് കൂടെ മാറ്റിയതാണ്. കടലിന്റെ പേര് മാറ്റിയത് തന്നെയാണ്. അറബിക്കടലിന് പണ്ട് പല പേരുകൾ ഉണ്ടായിരുന്നു. സിന്ധു സാഗർ, ഗ്രീൻ സീ, ഇന്ത്യൻ സീ, പേർഷ്യൻ സീ, എറിത്രിയൻ സീ, അങ്ങനെ ഓരോ കാലഘട്ടങ്ങളിലും പല പേരുകളാണ് അറബിക്കടൽ അറിയപ്പെട്ടിരുന്നത്. ഇതൊക്കെ അതാത് കാലഘട്ടത്തിന്റെ സിവിലൈസേഷൻ അനുസരിച്ച് കിട്ടിയ പേരുകളാണ്. അത്രേ ഉള്ളൂ. അതിപ്പോ നിങ്ങൾ പറഞ്ഞ നദികളുടെ പേരിന്റെ കേസിലും അങ്ങനെയൊക്കെ തന്നെയാണ്. സിവിലൈസേഷൻ അനുസരിച്ചാണ് പേരുകൾ വരുന്നത്. അത്രേ ഉള്ളൂ. അല്ലാതെ ഹിന്ദു മുസ്ലിം എന്നൊന്നും പറഞ്ഞ് വലിയ സംഭവമാക്കാനൊന്നുമില്ല. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. പേര് കൂടെ മാറ്റിയതാണ്. എന്നിട്ട് ആരോ ഒരുത്തന്നെ തരും. എന്റെ അതിന്റെ അടി വന്ന് ഹി എന്ന് പറഞ്ഞ് ചിരിച്ചിട്ട് എനിക്ക് നല്ലത് കിട്ടി, എനിക്ക് എന്തോ കിട്ടിയെന്ന്. നിങ്ങളുടെ മണ്ടത്തരം വിവരമുള്ളവർ സൈലന്റ് ആയിട്ട് വാച്ച് ചെയ്തിട്ട് ചിരിക്കുവായിരുന്നു. ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളായിട്ട് 100 കണക്കിന് മുസ്ലിംസ് എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്. എന്തൊക്കെ ഞാൻ അയച്ചു കൊടുത്താലും അവർ സൈലന്റ് ആയിരിക്കും. മിണ്ടാതിരുന്ന ആ തള്ളം കൊണ്ട് പോയിക്കോളെന്ന് വിചാരിച്ചിട്ടായിരിക്കും ആരും മറുപടി ഒന്നും പറയാത്തത്. അല്ലാതെ മറുപടി പറയാനൊന്നും ഇല്ലാഞ്ഞിട്ടാവില്ല. എന്തിനാ വെറുതെ നിങ്ങളോടൊക്കെ തർക്കിച്ച് സമയവും എനർജിയും വേസ്റ്റ് ആക്കുന്നതെന്ന് കരുതി കാണും അവർ. അമ്മച്ചിക്ക് അറിയാത്തതുകൊണ്ടാണ്. നിങ്ങളെപ്പോലുള്ള ക്യാരക്ടർ ഉള്ളവരെ സഹിക്കാൻ നല്ല പാടാണ്. മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങളെപ്പോലുള്ളവരെ നേരിടാനുള്ള ഏറ്റവും മികച്ച വഴി. അമ്മച്ചിയുടെ അയൽക്കാരോടും കൂട്ടുകാരോടൊക്കെ ഒന്ന് ചോദിച്ചാൽ മതി. അവർ പറഞ്ഞു തരും നിങ്ങൾ എത്രത്തോളം അൺസഹിക്കപ്പെടാണെന്ന്. അമ്മച്ചി ബാക്കി പറ. അവർ സൈലന്റ് ആയിരിക്കും. ഈവൻ ഹൈദരാബാദ് മുസ്ലിംസ് ആണ് സെയിം. അവർ പറയും ഈവൻ ഞങ്ങളും എഗെയിൻസ്റ്റ് ആണ്, ചീത്ത ചെയ്യുന്ന മുസ്ലിംസിന് ഞങ്ങളും എഗെയിൻസ്റ്റ് ആണ്. അതെല്ലാരും അങ്ങനെ തന്നെയാണ്. അതിന് മുസ്ലിം ഹിന്ദു ഒന്നും ഇല്ല. ആര് ചീത്ത ചെയ്താലും നമ്മളൊക്കെ അതിന് അഗേൻസ്റ്റ് ആണ്. അതിപ്പോ എത്ര വലിയ മഹാനാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഏത് മതത്തിലാണെങ്കിലും നല്ലത് ചെയ്യുന്നവരുമുണ്ട്, ചീത്തത് ചെയ്യുന്നവരുമുണ്ട്. അതിന് ഹിന്ദു മുസ്ലിം എന്നൊന്നും ഇല്ല. എല്ലാവരും മനുഷ്യന്മാരാണ്. അത് കഴിഞ്ഞിട്ടേ ഹിന്ദു മുസ്ലിം ഒക്കെ ആവുന്നുള്ളൂ. അതാദ്യം മനസ്സിലാക്കത്തള്ളേ. ബാക്കി പറയുന്നതായിരുന്നു എഗെയിൻസ്റ്റ് ആണ്. നല്ല മുസ്ലിംസ് അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ എന്തൊക്കെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചാലും അവർ അനങ്ങത്തില്ല. നിങ്ങൾ എന്തിനാണ് അനാവശ്യമായിട്ട് ആൾക്കാരെ പ്രകോപിപ്പിക്കാൻ പോകുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ പണിയെടുത്താൽ പോരെ തള്ളേ. നിങ്ങൾ വലിയൊരു കൊണാണ്ടർ വന്നിരിക്കുന്നു. മുസ്ലിങ്ങളെ നിരന്തരം പ്രകോപിപ്പിച്ചുകൊണ്ട് അവരുടെ രാജ്യസ്നേഹം അളക്കലാണ് തള്ളേന്റെ മെയിൻ പരിപാടി. ഭൂമിക്ക് ഭാരമായിട്ടുള്ള ഓരോരോ ജന്മങ്ങൾ നോക്കണേ. മുസ്ലിങ്ങളെ പ്രകോപിപ്പിച്ചും കുറ്റം പറഞ്ഞും വർഗീയത പറഞ്ഞും റീച്ച് ഉണ്ടാക്കണം. എല്ലാവരും ശ്രദ്ധിക്കപ്പെടണം. അതാണ് തള്ളന്റെ ഉദ്ദേശം. എന്തായാലും ആ ഉദ്ദേശം നടന്നിട്ടുണ്ട്. അൻസാരി ഉസ്താദിന്റെ വീഡിയോയിലൂടെ തള്ളക്ക് നല്ല റീച്ച് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇവരുടെ മുഖം ശരിക്കും ഓർത്ത് വെച്ചോ. ജന്മത്തിൽ ഇവരൊന്നും അടുപ്പിച്ചേക്കരുത്. ബാക്കി കേട്ടോ. ഞാൻ അതിശയിച്ചു പോയി. ഇത്രയും വിവരം സ്വന്തം രാജ്യത്തെ കുറിച്ച് അവർക്ക് ഇത്രയും അവരുടെ വിവരം കണ്ടപ്പോൾ ഞാൻ അതിശയിച്ചു പോയി. ഇത്രയും തലയുള്ളവർ ആണോ നിങ്ങൾ ചാണകം എന്ന് വിളിക്കുന്ന, ചാണക സംഖ്യ എന്ന് വിളിക്കുന്ന ആ വിളിക്കുന്നവന്മാരുടെ തലയ്ക്കകത്താണ് ഇതൊക്കെ ഉള്ളത്. BJP സപ്പോർട്ട് ചെയ്യുന്നവർ ദേശസ്നേഹികളാണെന്ന് ഞാൻ ഉറപ്പിച്ചു പറയും. കുറച്ചൊക്കെ അറിയാൻ മേലാത്തവരുണ്ടായിരിക്കും. ചിലരൊക്കെ ഹിന്ദുവാണ്, മുസ്ലിമാണ്, അത് വേർതിരിവാണ്, അതാണ് BJP എന്ന് വിചാരിക്കുന്നവരുണ്ടായിരിക്കും. പക്ഷെ എല്ലാവരും മനുഷ്യരാണ്. എല്ലാവർക്കും 100% അറിവുണ്ടാവണമെന്നില്ല. അവരൊക്കെ പയ്യെ പയ്യെ പഠിക്കും. കോയമാർ ആക്ച്വലി സ്കൂളിൽ പോകാറില്ലേ? നിങ്ങളെ മദ്രസ പൊട്ടന്മാരെന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾ എഴുതുന്ന ചീത്ത പോലും തെറ്റാണ്. ഒരു ചീത്ത പോലും ശരിക്കും എഴുതാൻ അറിയത്തില്ല. നിങ്ങളിപ്പോൾ എന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു ദേശീയവാദിയാണ്. ഞാനൊരു പ്രാദേശികവാദിയല്ല. ഒരു സ്റ്റേറ്റിനെ മാത്രം അല്ല ഞാൻ ഫോളോ ചെയ്യുന്നത്. നിങ്ങളൊക്കെ കേരളത്തിൽ ഇരുന്നുകൊണ്ട് നോർത്ത് എന്ന് പറയില്ല. ആ നോർത്തിലൊക്കെ പോയിക്കൊണ്ട് അവരുടെ കണ്ട് ഞാൻ കേരളത്തിലുള്ളവർക്കാണ് ഇനിയും ബുദ്ധി വരേണ്ടത്, നേരം വിളിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ മലയാളത്തിൽ വീഡിയോസ് ഇടാൻ തുടങ്ങിയത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചീത്ത വിളിച്ചാലും മറ്റുള്ള സ്റ്റേറ്റിലെ കമ്പയർ ചെയ്യുമ്പോൾ ആ ചീത്ത എനിക്ക് വേറെ മീനിങ് ആയിരിക്കും. ഞാൻ അങ്ങനെ എടുക്കത്തുള്ളൂ. എക്സാമ്പിൾ, നിങ്ങൾ എന്നെ മൈരി എന്ന് വിളിക്കുക, ഞാനത് തമിഴിലെടുക്കും. എൻ്റെ മൈരി പിരിഞ്ഞതുപോലെ ഞാനത് കാണത്തുള്ളൂ. കാരണം അവിടെ അത് ഹെയർ ആണ്. സോ നിങ്ങൾ എന്ത് തെറി വിളിച്ചാലും ഞാനത് ചിലപ്പോൾ തെലുങ്കിലാക്കി കേൾക്കും, അല്ലെങ്കിൽ തമിഴിലാക്കി കേൾക്കും, അല്ലെങ്കിൽ ഹിന്ദിയിലാക്കി കേൾക്കും. നിങ്ങൾ എന്നെ ചീത്ത വിളിച്ച് വെറുതെ വിഷമിക്കട്ടെ. ഞാൻ പറയുന്ന കാര്യം 100. അത് പിന്നെ അമ്മച്ചി പറയാതെ തന്നെ അറിയാം. എത്ര ചീത്ത വിളിച്ചിട്ടും എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. പറഞ്ഞാൽ മനസ്സിലാകുന്നവരോട് പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. തലച്ചോറിന് പകരം ചാണകവും മേകി വെച്ചവരോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. തെറി വിളിച്ചാണെങ്കിൽ അത് തെറിയാണെന്ന് തിരിച്ചറിയാനുള്ള ബോധമെങ്കിലും ഉണ്ടെങ്കിലല്ലേ. ബാക്കി പറഞ്ഞാലും എനിക്കുണ്ട്. നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ വന്ന് അതങ്ങനെയല്ല ഇതിങ്ങനെയാണെന്ന് പറയണം. അതുപോലെ ചില അവന്മാർ ചോദിക്കുന്നുണ്ട്, നിനക്ക് മോദിജി ഇഷ്ടമാണെങ്കിൽ ഇന്ത്യയിലോട്ട് വരരുതോ? UK പറയുന്നത് എന്താണ്? നീയൊക്കെ ജർമ്മനിയിലിരുന്ന് കുരയ്ക്കുന്ന ധ്രുവരാജ് പട്ടിയുടെ വീഡിയോസ് ഫോളോ ചെയ്തിട്ടാണല്ലോ പ്രൈം മിനിസ്റ്ററിനെ തെറി വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ ഇരുന്നും പറയാം കേട്ടോ. ജർമ്മനിയിലെ ധ്രുവറാട്ടി പട്ടി, കോക്രോച്ചിന്റെ അഭിജിത്ത് പട്ടികളൊക്കെയാണ് USA. ഇങ്ങനെ വെളിനാട്ടിലെ ആൾക്കാരെ ചീത്ത പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എന്തൊരു സ്നേഹം. അപ്പം നമ്മുടെ അജിത് ഡോവൽ സാർ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ശത്രു വെളിയിലല്ല,
ഇന്ത്യക്കാണ്. അതെ അതെ അതെ, എല്ലാം സംഭവിച്ചു കൊടുത്തേക്കാം, അതാണ് നല്ലത്. തള്ളക്ക് വർഗീയത മൂത്ത് ഭ്രാന്തായതാണ്. ആരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, തലയിലൊന്നും കയറാൻ പോണില്ല. എന്നാലും എങ്ങനെയാണോ എന്തോ മനുഷ്യന്മാർക്ക് ഇങ്ങനെ വർഗീയമായി ചിന്തിക്കാൻ സാധിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ വിദ്വേഷവും പേര് നടക്കുന്നത്? എന്ത് കാര്യമാണുള്ളത്? ആരോട് പറയാനാണല്ലേ? എന്തായാലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ലേ. എന്താണെന്നായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.